Hi dear learners, good evening. വെൽക്കം ടു സെഷൻ 13 റാപ്പ് സെഷൻ. അതായത് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഫൈനൽ സെഷൻ ആണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്ന് എന്നോടൊപ്പം കോഹോസ്റ്റ് ആയിട്ട് ഈ ഒരു സെഷനിലുള്ളത് അമീന മാം ആണ്, ഹിസ്റ്ററി മെന്റർ. ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ദർശന മാം ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹലീമ മാമും നമ്മളോടൊപ്പം ഈ സെഷനിലുണ്ട്. സോ എല്ലാവരുടെയും പേരിൽ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സെഷനിലേക്ക് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം ഇന്ന് നമ്മളുടെ ഈ സെഷൻ എന്ന് പറയുന്നത് ഫൈനൽ സെഷൻ ആണ്. 12 സെഷൻസ് ആണ് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുന്ന ഇന്ന് 13th സെഷൻ ആണ്. ഇതിന് മുന്നേ 12 സെഷൻസ് കഴിഞ്ഞിരുന്നു. ഓറിയന്റേഷൻ സെഷൻ 10 12 സെഷൻസിലും വളരെ ആക്റ്റീവായി പങ്കെടുത്ത ലേണേഴ്സ് ആണ് നിങ്ങൾ ഓരോരുത്തരും. സോ ഇന്നത്തെ സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്, നിങ്ങളുടെ ഒരു സജഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇന്നത്തെ സെഷന്റെ പ്രത്യേകത. അപ്പോൾ അധികം ഞാൻ ടൈം എടുക്കാതെ തന്നെ ഇന്നത്തെ സെഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ നടത്തിയ ഈ ഒരു യാത്ര, അതായത് ഓറിയന്റേഷൻ 10.0 സെഷൻ 12 വരെയുള്ള ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ ഒപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാ സെഷനിലും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ചെറിയൊരു വീഡിയോ, ഒരു റാപ്പപ്പ് വീഡിയോ നമുക്ക് കാണാം, നമ്മുടെ ഒരു ഓർമ്മ പുതുക്കാം. ഈ ഒരു ഇത്രയും നടന്ന ഒരു 12 സെഷൻസിന്റെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മ പുതുക്കാം. വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വളരെ ലവ്ലി ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് റാപ്പപ്പ് വീഡിയോ. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സെഷന്റെ ഹൈലൈറ്റ് ആകാൻ പോകുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കണം. അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും സെഷൻസിൽ ആക്റ്റീവായി പങ്കെടുത്ത് ഓരോ ആക്ഷൻ ടാസ്കും, ഓരോ സെഷന്റെയും അവസാനം നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ ആക്ഷൻ ടാസ്കും കൃത്യമായി സബ്മിറ്റ് ചെയ്ത് ഓരോ സെഷനിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് ലേണേഴ്സ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്നും നമ്മൾ 3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർ അനൗൺസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഫോമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും നമ്മൾ ഈ സെഷനിൽ നൽകുന്നുണ്ടാകും. അതോടൊപ്പം ഇന്ന് ഈ സെഷനോട് കൂടിയിട്ട് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ കംപ്ലീറ്റ് ആകുകയാണ്. സോ നിങ്ങളോട് എല്ലാവരോടും ഉള്ള നന്ദിയും കൂടി ഈ സെഷന്റെ ഏറ്റവും ഒടുവിലായിട്ട് ഞങ്ങൾ അറിയിക്കും. സോ അധികം വൈകാതെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ യാത്രയെ കുറിച്ചിട്ട് വളരെ ചുരുക്കി നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ സെഷൻ 1 എന്ന് പറയുന്നത് ഇനോഗ്രേഷൻ സെഷൻ ആയിരുന്നു. സെഷൻ 2 എന്ന് പറയുന്നത് വളരെ ഗെയിംസും ഫൺ ആയിട്ടുള്ള കുറെ മൊമെന്റ്സും നിങ്ങൾ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെയൊക്കെ പരിചയപ്പെടുന്ന ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. സെഷൻ 3 എന്ന് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു, ഇഗ്നോ ഡീപ് ഡൈവ്. ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും നിങ്ങളുടെ അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്ത് തരുന്ന ഒരു പെർഫെക്റ്റ് സെഷൻ ആയിരുന്നു സെഷൻ 3 ഇഗ്നോ ഡീപ് ഡൈവ്. അതിനുശേഷം വന്ന സെഷൻ 4 സിലബസ് ഡീകോഡിംഗ് സെഷൻ. സിലബസ് ഡീകോഡിംഗ് സെഷനിൽ നിങ്ങൾ പഠിക്കുന്ന പേപ്പർ, നിങ്ങളുടെ സിലബസ് എന്താണ്, അതിലെ ബ്ലോക്ക് യൂണിറ്റ് വൈസ് എല്ലാം ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്ന സെഷൻ ആയിരുന്നു സെഷൻ 4. ദെൻ ആഫ്റ്റർ ദാറ്റ് സെഷൻ 5 ലേൺ വൈസ് എക്കോസിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ലേൺ വൈസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ വൈഡ് ആണ്. അതായത് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് വാട്സാപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ടീംമേറ്റ്സ് നിങ്ങളെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ നിന്നും കണക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ലേൺ വൈസിന്റെ ആപ്പ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 5 ലേൺ വൈസ് ഇക്കോസിസ്റ്റം. Then next comes സെഷൻ 6 സ്മാർട്ട് ഗോൾസ് ആൻഡ് ഹാബിറ്റ് ക്ലിനിക്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും നിങ്ങളുടെ ഹാബിറ്റ് ഫോർമേഷനും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടിപ്സും ട്രിക്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 6. അതിനെ തുടർന്ന് വന്ന സെഷൻ 7 അലുമിനി ഇൻസ്പിറേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ലേൺ വൈസിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ള ലേൺ വൈസിലെ എക്സ്പീരിയൻസുകൾ എപ്പോഴും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അലുമിനീസ് നമുക്കുണ്ട്. ഇവിടെ നിന്നും പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് ലേണേഴ്സ് ഉണ്ട്. അപ്പോൾ അവര് വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അതാണ് സെഷൻ 7 ഉണ്ടായിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിലൂടെ ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന അതേ മാനസിക അവസ്ഥയിലൂടെയും ഒരുപക്ഷെ അതേ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ലേണേഴ്സ് ആണ് അവരുടെ ജേർണി നിങ്ങളുടെ മുന്നിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് ഇൻസ്പയറിംഗ് ആയിരുന്നു, മോട്ടിവേറ്റിംഗ് ആയിരുന്നു എന്നെല്ലാം ഞങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിരുന്നു.
ആൻഡ് അതിനുശേഷം വന്ന സെഷൻ 8 എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. നമ്മളുടെ ആ ഒരു സെഷനോട് കൂടി തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പല ടേംസും അതുപോലെ തന്നെ ടെക്നിക്സും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 8. ആൻഡ് നെക്സ്റ്റ് ആണ് സെഷൻ 9 കരിയർ പാത്വേ. അതും നിങ്ങൾക്ക് ഒരുപാട് ഗുണം തന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കരിയർ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു കരിയർ പാത്വേ എന്ന് പറയുന്ന സെഷൻ 9. ആൻഡ് നെക്സ്റ്റ് കംസ് സെഷൻ 10 മീറ്റ് ദ ലേൺ വൈസ് ടീം. നിങ്ങൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാ ടീം മെമ്പേഴ്സിനെയും ഡിപ്പാർട്ട്മെന്റ്സിനെയും ഒക്കെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പും കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ സെഷൻ 10 നമ്മൾ ലേൺ വൈസ് ടീമിനെ മൊത്തം പരിചയപ്പെട്ടു. വളരെ ഇൻട്രസ്റ്റിംഗും വളരെ ഇൻഫർമേറ്റീവും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കായിരുന്നു. സെഷൻ 11 മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്തും. മെന്റൽ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ പരിചയപ്പെടുത്തി നമ്മളെ കുറച്ചൊന്നും മോട്ടിവേറ്റിംഗ് ആക്കിയതും ഇൻസ്പയറിംഗ് ആക്കിയതും നമ്മളെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു തന്നൊരു സെഷൻ ആയിരുന്നു സെഷൻ 11. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സെഷൻ 12 ഫാമിലി മീറ്റ്. നമ്മളുടെ ഫാമിലിയിലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സ് വന്ന് ഇരുന്ന് നമ്മളെ കുറിച്ച് പറയുകയും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും ഒപ്പും നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾക്ക് ലൈവായിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു ഫാമിലി മീറ്റ്. അപ്പൊ അതിലൂടെ നമുക്ക് ഒരുപാട് ലേണേഴ്സിന്റെ ഫാമിലിയെ കുറിച്ച് പരിചയപ്പെടാൻ പറ്റി. ആ ഫാമിലിയിലെ മെമ്പേഴ്സിനെ കുറിച്ച് അവരുടെ ആ സ്നേഹവും അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബോണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 12 ഫാമിലി മീറ്റ്. അത് കഴിഞ്ഞ് ഇന്ന് നമ്മളുടെ ഫൈനൽ സെഷൻ ആണ്, ദാറ്റ് ഇസ് സെഷൻ 13 ദ ഫൈനൽ സെലിബ്രേഷൻ. സോ ഇന്നത്തോട് കൂടിയിട്ട് നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ ഒരു 1 month ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു ഓറിയന്റേഷൻ സെഷൻ, ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം 10 പോയിന്റോടെ വൈൻഡിങ് അപ്പ് ആണ് ഇന്ന് ലാസ്റ്റ് സെഷൻ. അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോഴേ ഇത് ഒരു ഫൗണ്ടേഷൻ ആണ്. നമ്മളൊരു വീടൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന്റെ ബേസ് പോലെയാണ്. ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ഇനി അടുത്തത് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിനുള്ള എല്ലാ ബേസും ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജേർണിയുടെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് കാണാനൊക്കെ വളരെ രസമുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും. സോ അത് ഞാനിനി ഷെയർ ചെയ്ത് തരാം.
സോ താങ്ക് യു. അതിൽ പറഞ്ഞ പോലെ തന്നെ ദിസ് വാസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജേർണി വളരെ ലോങ് ആയിട്ട് പോവാനുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും വീണ്ടും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, അതാണ് ഇന്നത്തെ സെഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആവേണ്ടത്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ അമീന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സെഷൻസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഈ സെഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ഒറ്റ ഒരു വീഡിയോസും അതുപോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മാം പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഇഗ്നുവിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ലേൺവൈസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചിലപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ എന്താ പറയുക, അക്യുറേറ്റ് അൺസേർണിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഒന്നും അറിയാതെ ചേരുന്ന ആൾക്കാരായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും സെഷൻസ് കഴിഞ്ഞോട് കൂടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ സെഷൻസിലും അസൈൻമെന്റ് ആയിക്കോട്ടെ, എക്സാമുകൾ ആയിക്കോട്ടെ, അതുപോലെ ഇഗ്നു പ്രോസസ് ആയിക്കോട്ടെ, ലേൺവൈസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇഗ്നുവിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ വേർഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളുടെ സജഷൻസിനെ അത്രയും തന്നെ മാനിക്കുന്നത് കൊണ്ടാണ് ഈ സജഷൻസ് സ്വീകരിച്ചുകൊണ്ടുള്ള ഈ ഫോമുകളും കാര്യങ്ങളും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് ഒരു 7 to 10 മിനിറ്റ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഫോംസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആ ഫോംസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ്, അതായത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ലേൺവൈസിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് തരുന്ന സർവീസിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് അതുപോലെ തന്നെ പറയാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ള റിഫ്ലക്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സെഷൻ വൈസ് ഫീഡ്ബാക്കുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സെഷൻസും നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾ ഇതിനെ എങ്ങനെ മാനേജ്, നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായി എന്നുള്ളത് ഓരോ സെഷൻസും അറ്റൻഡ് ചെയ്ത ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് വാങ്ങുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫൈനൽ തോട്ട്, ഇനി എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ റെസ്പോൺസിലൂടെ നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അതാണ് ഫീഡ്ബാക്ക് ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് ഫോം തരും. ആ ഫീഡ്ബാക്ക് ഫോം ഈ സെഷന് ശേഷം നിങ്ങളുടെ LSEO മെന്ററോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണോ തോന്നുന്നത്, അതിന് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, സത്യസന്ധമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു അവസരമാണ് തരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത്രയും ഈ സെഷൻസ് ഇത്രയും കഴിഞ്ഞല്ലോ, ഈ ഇത്രയും സെഷൻസിൽ നിന്ന് നമ്മൾ അവസാനം ഒരു വിന്നറിനെ സെലക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പൊ വന്നെത്തിയിരിക്കുന്നത്. ഓക്കെ,
നമുക്ക് നോക്കാം ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന്. എം എ എക്കണോമിക്സിലെ പെർഫോമർ ആയിട്ട് വന്നേക്കുന്നത് റാങ്ക് 1 വന്നിരിക്കുന്നത് ആതിര എസ് ആണ്. തസീം മാമിന്റെ ലേണർ ആണ്. ഓക്കെ. MA സോഷ്യോളജിയിൽ വരുന്നത് അനിത ആർ ഭട്ട്. അദ്ദേഹമാണ് നമ്മുടെ ഹരിത മാമിന്റെ ലേണർ ആണ്. അദ്ദേഹമാണ് MA സോഷ്യോളജിയിൽ നമ്മളുടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. MA ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ നമ്മള് അനാമിക ബിജു ആണ് നമ്മളുടെ ലേണർ ആയിട്ട് വന്നിരിക്കുന്നത്, വിന്നർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതെന്റെ ലേണർ ആണ്. MA പൊളിറ്റിക്കൽ സയൻസിൽ വരുന്നത് ഷഹർബാനുവിനാണ് നമ്മളുടെ വിന്നർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. നിങ്ങളുടെ ഇത്രയും സെഷൻസിന്റെ നിങ്ങളുടെ എഫേർട്ടിന്റെ നിങ്ങളുടെ ടൈമിന്റെ റിസൾട്ടും കൂടിയാണ് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്കൊരു ഫൈനൽ ആയിട്ടുള്ള ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റും കൂടെ തരുന്നുണ്ടായിരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങളും ഇത്രയും സെഷൻസിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായി എന്നൊക്കെ തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഫോം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. യു ആർ നോട്ട് ഓർഡിനറി, യു ആർ ലേൺ വൈസ് ലേണർ ആയി, അതായത് ലേൺ വൈസിന് ലേണർ ആയിട്ട് ഒഫീഷ്യലി നിങ്ങൾ നമ്മളുടെ കൂടെ ജേർണി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മളിതിലേക്ക് ഒന്നുകൂടെ വെൽക്കം ചെയ്യുകയാണ്. ഓക്കെ. അപ്പോ ഇനി നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളുടെ ഹേർട്ടിൽ നിന്നുള്ള സെഷൻസ് ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് ഇപ്പൊ പറയാവുന്നതാണ്. ഇത് നിങ്ങളുടെ അവസരമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, congratulations LearnWise team for organizing all this orientation program. വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ആക്ച്വലി ഞാനും ആദ്യം ജോയിൻ ചെയ്തപ്പോൾ ഒരു അൺസർട്ടനിറ്റിയോടെയാണ് ജോയിൻ ചെയ്തത്. എന്താന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഈ ഫോം, ഫസ്റ്റ് ഓഫ് ഓൾ ഈ അഡ്മിഷൻ പ്രോസസ്സും എല്ലാം ഇഗ്നോയുടെ യൂഷ്വലി അത്രയും ഒരു സുഖകരമായ കാര്യമല്ല. ബിക്കോസ് ഞാൻ കുറെ വർഷം മുമ്പ്, ഞാനിപ്പോ 30 years ആയി പഠിച്ച് BSc കഴിഞ്ഞ് 30 years ആയി ഇപ്പോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ അതിന് മുമ്പ് ഞാൻ MA ഹിന്ദി, BSc കെമിസ്ട്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. അതുകൊണ്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു പഠിക്കണ ഒരു ആഗ്രഹം കാരണം MA ഹിന്ദി ജോയിൻ ചെയ്ത് ഇഗ്നോടെ. പക്ഷെ അത് പകുതി വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഇതുപോലെ ലേൺ വൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെയോ ചെയ്യുമായിരുന്നു. പക്ഷെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കോൺടാക്ട് ക്ലാസ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരേ ഒരു പെൺകുട്ടിയായിരുന്നു. ഇത് മറ്റേ ബോയ്സ് സ്കൂളായിരുന്നു, അത് ബോയ്സ് കോളേജ് ആയിരുന്നു. അപ്പൊ എനിക്ക് പോവാനും ഒരു പേടിയായി. പിന്നെ ഞാനത് നിർത്തി, MA അത് കംപ്ലീറ്റ്ലി നിർത്തി. ഇപ്പൊ എനിക്കൊരു സമാധാനമായി. ഞാൻ ഇഗ്നോട് ആദ്യം തുടങ്ങിയപ്പോ തന്നെ വേണോ എന്നൊരു ഇതിലായിരുന്നു ജോയിൻ ചെയ്തത്. പിന്നെ ലേൺ വൈസിന്റെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിന്ന് കണ്ട് അപ്പൊ എന്താണ് ഇതെന്ന് അന്വേഷിച്ചു. അപ്പൊ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ തന്നെ അത് ലേൺ വൈസിന്റെ ഒരു ഇതെടുത്തിട്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് അപ്പോഴും എനിക്കൊരു ഡൗട്ടായിരുന്നു, എന്താണിത്, എങ്ങനെയാണ് ഞാൻ എന്റെ ജേർണി എങ്ങനെയായിരിക്കും, അതൊന്നും എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വളരെ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഹാപ്പിയാണ് ഞാൻ. ബിക്കോസ് ഐ എം ഫീലിംഗ് വെരി കോൺഫിഡന്റ് ഓൾസോ, ഫീലിംഗ് വെരി കോൺഫിഡന്റ് ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് മൈ കോഴ്സ്. ബിക്കോസ് ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഞാൻ 30 years കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കും? ഞാൻ ടീച്ചർ ആയിരുന്നു, പഠിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. പഠിക്കാനും എഴുതാനും കുറച്ച് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ മെന്റേഴ്സ് ആണെങ്കിൽ ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഒരു മോട്ടിവേഷൻ ആക്ച്വലി വേണം. അപ്പൊ ഇത് ലേൺ വൈസിൽ നിന്ന് 100% എനിക്ക് 150% കിട്ടുന്ന ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനിപ്പോ തീരുമാനിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഗ്രേഡ്, ആ ഗ്രേഡിൽ തന്നെ പാസ്സാവണം എനിക്ക്. അപ്പൊ മാക്സിമം എഫേർട്ട് എന്റെ അടുത്ത്, ഞാൻ ഹൗസ് വൈഫ് ആണ്. ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്തു. ഈ May 31 ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട്, ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ ഐ പുട്ട് മൈ 150% എഫേർട്ട്. അതിന് ലേൺ വൈസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ലേൺ വൈസ്. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമും സെഷൻസും നല്ലതായിരുന്നു. ഇംഗ്ലീഷ് എല്ലാം വളരെ നല്ല രീതിയിൽ, ഞാനൊരു ടീച്ചറാണ്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ നല്ല രീതിയിൽ നിങ്ങളത് ഹാൻഡിൽ ചെയ്തു. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. സോ താങ്ക് യു സോ മച്ച് ലേൺ വൈസ്. വെരി ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക് യു സോ മച്ച്. പിന്നെ മെന്റർ ആണെങ്കിൽ ഒരു കാര്യം കൂടി, മെന്റർ ആണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ട്, എല്ലാവരും അതെ, വളരെ സോഫ്റ്റ് ആയിട്ടാണ്. ഞാൻ ടീച്ചറാണ്, ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാനില്ലായിരുന്നു. വളരെ നിങ്ങള് ക്ഷമയോടെ, എനിക്ക് ആ ക്ഷമ ഒന്നും ഉണ്ടായിരുന്നില്ല സ്കൂളില്.
അപ്പൊ അത്രയും ക്ഷമയോടാണ് നിങ്ങൾ സംസാരിക്കണം. എന്ത് ചോദിച്ചാലും അതിന് അത് ഏത് സമയത്താണെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. അറ്റൻഡ് ചെയ്ത് അത് എന്താന്ന് വെച്ചാൽ അതിന്റെ ക്ലാരിഫൈ ചെയ്തിട്ട് ഗെറ്റ് ബാക്ക് ടു അസ്. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യം. ആൻഡ് മെയിൻലി എല്ലാവരും ഒരേപോലെ വെരി സോഫ്റ്റ് സ്പോക്കൺ ആൻഡ് വെരി നൈസ്ലി സ്പീക്കിംഗ് വെരി നൈസ്ലി ഓൾസോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു മാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഓൾ ലേൺവേഴ്സ്. എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു PG വേണം നല്ല ആഗ്രഹമായിരുന്നു. പക്ഷെ 2 വർഷമായി അതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ജൂണിൽ ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. പിന്നെ ഇപ്പോഴാണ് അഡ്മിഷൻ എടുത്തതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ പൊതുവെ ഒരു കാര്യം തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ലേൺവൈസിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായില്ല. പെട്ടെന്ന് റിപ്ലൈസ് കിട്ടിയ കാരണം എനിക്ക് ഓക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ 2 വർഷം ഗ്യാപ്പ് വന്നെങ്കിലും പഠിക്കാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ എങ്ങനെ പഠിക്കുന്ന എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെന്റർഷിപ്പിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതുപോലെ തന്നെ തഹസിൻ മാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചോദിച്ചാലും ഓക്കെയാണ്, കാര്യങ്ങൾ ഓക്കെയാണ്, പറഞ്ഞു തരും. പിന്നെ എനിക്കൊരു കുഞ്ഞു മോളാണ് ഉള്ളത്. അവളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പഠിക്കാനൊക്കെ. അപ്പൊ സമയമുള്ളപ്പോ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ സെക്ഷൻസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുവിധമൊക്കെ നന്നായി ഫോംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ സെക്ഷനും ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും നല്ലൊരു എന്താ പറയാ കോൺഫിഡൻസ്, അതുപോലെ മോട്ടിവേഷൻ ഒക്കെ ആയിരുന്നു ഓരോ സെക്ഷൻസ്. അതുപോലെ തന്നെ ലേണേഴ്സിന്റെ ഓരോരുത്തർക്കും എന്നെ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു അതിര. ഇപ്പൊ ഞാൻ MA ഹിസ്റ്ററി ആണ് എടുത്തത്. ഞാൻ 2025 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ PG ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഡേ സ്കോളർ ആവാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇഗ്നുവിനെ പറ്റി അറിയുന്നത്. അപ്പൊ ഇഗ്നുവില് നോക്കി ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. അപ്പൊ ഇഗ്നു ക്ലാസ് ഒന്നും ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ചേരണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലാന്ന് തോന്നുന്നു എനിക്ക് ലേൺവൈസിന്റെ ആഡ് വന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇഗ്നുവിന് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ വേറൊരു പ്ലാറ്റ്ഫോമിൽ ലേൺവൈസിനെ അന്വേഷിക്കുന്നതിന് മുന്നേ വേറൊരു പ്ലാറ്റ്ഫോമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ MA ഹിസ്റ്ററി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ ഞാൻ ലേൺവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ എല്ലാ സെഷൻസും മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെഷൻ 11 പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തിന്റെ സെഷൻ ഭയങ്കര നല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ക്ലാസ് ഒക്കെ കാണുന്നു, കുഴപ്പമില്ല, നല്ല ക്ലാസ്സസ് ആണ്. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ളത്. ബിക്കോസ് നമുക്ക് ഇത്രയും നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ നമ്മുടെ ലേൺവൈസിനോട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ഞാൻ കുറച്ച് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആലോചിച്ചു, വേണോ വേണ്ടയോ. എനിക്ക് 1 വയസ്സായിട്ടുള്ള മോളാണുള്ളത്. അപ്പൊ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാംസും പിന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കേട്ട് കൊടുത്തിയപ്പോ റിലാക്സ് ആണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ നമ്മുടെ ഓറിയന്റേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു സെഷന് ശേഷം അയച്ചു തരുന്ന ഓൺലൈൻ അസസ്മെന്റിന്റെ ഒരു ഫോം ഉണ്ടാവും. അപ്പൊ അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഫുൾ നെയിം ആണ്, എന്താണ് നിങ്ങളുടെ നെയിം എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതുപോലെ എൻറോൾഡ് ഇഗ്നു പ്രോഗ്രാം, നിങ്ങളുടെ ഇഗ്നു പ്രോഗ്രാം എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ MA ഹിസ്റ്ററി ആണോ BA ഹിസ്റ്ററി ആണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അസൈൻഡ് മെന്റർ ഓർ LSC നെയിം, നിങ്ങളുടെ LSCയുടെയോ അത് മെന്ററിന്റെയോ നെയിം ഇവിടെ കൊടുക്കുക. അതുപോലെ ഇഗ്നു എന്താണ് ഇഗ്നു എന്നുള്ളതിന് 4 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കറന്റ് നാക് സ്റ്റാറ്റസ്, ഇപ്പൊ ഇഗ്നുവിന്റെ നാക് കൊടുത്തിരിക്കുന്ന ഇഗ്നുവിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ടിപ്പിക്കൽ വെയിറ്റേജ് മോഡൽ എങ്ങനെയാണ്, ഇഗ്നുവിന്റെ വെയിറ്റേജ് മോഡൽ എങ്ങനെയാണ് എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ബിഫോർ ഫില്ലിംഗ് അഡ്മിഷൻ ഓർ രജിസ്ട്രേഷൻ ഫോംസ് യു ഷുഡ് ഹാവ്, അതായത് രജിസ്ട്രേഷൻ ഫോമോ അല്ലെങ്കിൽ അഡ്മിഷൻ ഫോമോ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒഫീഷ്യൽ പോർട്ടൽ ഫോർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള പോർട്ടൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതിൽ ഇത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗ്രേഡ് കാർഡ് ഷോസ്, അതായത് ഗ്രേഡ് കാർഡിൽ എന്തൊക്കെയാണ് കാണിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പൊ അതില് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹൗ മെനി ടൈംസ് ഇൻ എ ഇയർ ഡസ് ഇഗ്നു കണ്ടക്ട് ടേം ആൻഡ് എക്സാമിനേഷൻ? ടേം ആൻഡ് എക്സാമിനേഷൻസ് ഇഗ്നു എത്ര വട്ടമാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു തവണയാണെങ്കിൽ ഒരു തവണ, 2 തവണയാണെങ്കിൽ 2 തവണ, അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വിച്ച് ഗ്രേഡിംഗ് സിസ്റ്റം ഡസ് ഇഗ്നു യൂസ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണേഴ്സ് അച്ചീവ്മെന്റ്? അച്ചീവ്മെന്റ്, നമ്മുടെ ലേണേഴ്സിന്റെ അച്ചീവ്മെന്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഗ്നു എങ്ങനെയാണ് ഈ പോയിന്റ് നിലവാരം കണക്കാക്കുന്നത്, ഏത് പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതിൽ സെഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഇഗ്നു? ഇഗ്നുവിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹൗ ആർ ഇഗ്നൂസ് ക്രെഡിറ്റ് റിക്വയർമെന്റ് സ്ട്രക്ചർ? എങ്ങനെയാണ് നമുക്കൊരു ക്രെഡിറ്റ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, ഇത്ര ക്രെഡിറ്റ് ഇത്ര മണിക്കൂറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാട്ട് ഡോക്യുമെന്റ് മസ്റ്റ് സ്റ്റുഡന്റ് ബ്രിങ് ടു ദ എക്സാമിനേഷൻ സെന്റർ അലോങ് വിത്ത് ഹോൾ ടിക്കറ്റ്? ഹോൾ ടിക്കറ്റിന്റെ ഒപ്പം എക്സാം ഹാളിലേക്ക് നമ്മൾ കൊണ്ടു ചെല്ലേണ്ടുന്ന നമ്മളുടെ ഒരു ഡോക്യുമെന്റ് ഏതാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹു ഈസ് എലിജിബിൾ ടു റിസീവ് ദ പ്രസിഡന്റ്സ് ഗോൾഡ് മെഡൽ അറ്റ് ഇഗ്നു? ഇഗ്നുവില് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ ലഭിക്കുന്ന ഒരു കുട്ടിക്ക്, സ്റ്റുഡന്റിന് ഉണ്ടായിരിക്കേണ്ട എന്തൊക്കെ നിബന്ധനകളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാട്ട് ആർ ദി ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഫോർ ഇഗ്നു അസൈൻമെന്റ്? ഇഗ്നു അസൈൻമെന്റിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്നുള്ളത് കൊടുക്കുക. കെൻ എ സ്റ്റുഡന്റ് പെർസ്യൂ മോർ ദാൻ വൺ പ്രോഗ്രാം സിമിലൻറ്റേസ്ലി അറ്റ് ഇഗ്നു? അതായത് ഇഗ്നുവിൽ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് ഇഗ്നു പ്രോഗ്രാംസ് പെർസ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, പറ്റുമെങ്കിൽ പറ്റുമെന്നും, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 ഓപ്ഷൻസ്. അപ്പൊ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഹോൾ ടിക്കറ്റ് ഈസ് ജനറലി റിലീസ്ഡ്? എങ്ങനെയാണ് ഹോൾ ടിക്കറ്റ് ഏത് സമയത്താണ് റിലീസ് ആവുന്നത് എന്നുള്ളത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് സമയത്താണ് എന്നുള്ളതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചൂസിങ് എൻ എക്സാം സെന്റർ, നമ്മൾ എങ്ങനെയാണ് എക്സാം സെന്റർ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. ട്രബിൾ ഷൂട്ടിംഗ് ഫസ്റ്റ് സ്റ്റെപ്സ് വീഡിയോ ബഫേഴ്സ് ഓർ ആപ്പ് ഹാങ്സ്? അതായത് ആപ്പ് ഹാങ് ആവുകയോ നിങ്ങളുടെ വീഡിയോ ബഫർ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സെഷൻസിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വിച്ച് ഈസ് ദ സ്മാർട്ടർ ഗോൾ? ഏതാണ് സ്മാർട്ടർ ഗോൾ? ഇത് 2 ഗോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് സ്മാർട്ടർ ഗോൾ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലീഡ് വേഴ്സസ് ലാഗ് മെഷേഴ്സ്? അതായത് നിങ്ങൾക്ക് 70% അതായത് ടേം ആൻഡ് എക്സാമുകളിൽ സ്കോർ ചെയ്തതാണോ? ഫിനിഷ് 10 PYQs ദിസ് മന്ത് വിത്ത് കറക്ഷൻ നോട്ട്സ്? അതായത് 10 PYQs ഫിനിഷ് ചെയ്യുന്നതാണോ? ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ് എക്സാമ്പിൾ ഫോർ എ ബിസി വീക്ക്? അതായത് ടൈനി ഐഡന്റിറ്റി, അതായത് ഒരു ആഴ്ചയിൽ നിങ്ങളുടെ ഒരു എന്താ പറയാ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ഒരു വീക്ക് എങ്ങനെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക എന്നുള്ളത് കൂടെ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അസസ്മെന്റ് ഷീറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി വരുന്നത് ഫീഡ്ബാക്കിന്റെ ഒരു ഫോമും കൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, നിങ്ങളുടെ ഇഗ്നു പ്രോഗ്രാം ഏതാണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. അസൈൻഡ് മെന്റർ ഓർ LSC നെയിം, നിങ്ങളുടെ LSCയുടെ മെന്ററിന്റെ നെയിം കൊടുക്കുക. ഓറിയന്റേഷൻ പ്രോഗ്രാമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവം വിശദമായിട്ട് എഴുതുക. അതായത് ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മംഗ്ലീഷിലാണെങ്കിൽ മംഗ്ലീഷിൽ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അത് ഇവിടെ കൊടുക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്താണോ വരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഈ സെഷൻ വൈസ് ഫീഡ്ബാക്കുകളാണ്. നമുക്ക് ഇത്രയും 13 സെഷൻസ് ആണ് മൊത്തം ഉണ്ടായിരുന്നത്. ആ 13 സെഷൻസിന് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നോ, അല്ലെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ തീരെ ഹെൽപ്ഫുൾ ആയിരുന്നില്ല? അങ്ങനെ 5 ഓപ്ഷൻസ് ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഡിഡ് യു കംപ്ലീറ്റ് മോസ്റ്റ് ഓഫ് ദ ആക്ഷൻ ടാസ്ക് ആഫ്റ്റർ ഈച്ച് സെഷൻ? അതായത് എത്ര ആക്ഷൻ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട്, അത് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ല ഞാൻ കുറച്ചേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് കൊടുക്കുക. അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഹൗ ഹെൽപ്ഫുൾ വെർ ദ ആക്ഷൻ ടാസ്ക് ഇൻ ഹെൽപ്പിംഗ് യു റിഫ്ലക്ട് ആൻഡ് ഗ്രോ? അതായത് ആക്ഷൻ ടാസ്കുകൾ നിങ്ങൾ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ 4 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വിച്ച് ആക്ഷൻ ടാസ്ക് ഫെൽറ്റ് ദ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ ഫോർ യുവർ പേഴ്സണലി? അതായത് നിങ്ങളുടെ പേഴ്സണലി ഏത് ആക്ഷൻ ടാസ്ക് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ആയിട്ട് നല്ലതായിട്ട് തോന്നിയത് എന്നുണ്ടെങ്കിൽ അതിനിവിടെ ആൻസർ കൊടുക്കുക. എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടെ കൊടുക്കാം. ഓക്കെ. Did you feel supported or guided enough by your mentor or LSC during this activities? അതായത് ഈ ആക്ഷൻ ടാസ്കുകൾ ആയാലും അതുപോലെ നിങ്ങൾക്ക് ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആയാലും മെന്റേഴ്സും LSCസും നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലാണോ അവർ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടി നിങ്ങൾക്ക് വേണോ, കുറച്ചും കൂടെ പുഷ് ചെയ്യേണ്ട ഒരാളാണോ നിങ്ങൾ എന്നുള്ളത്, എന്താണ് മെന്ററിൽ നിന്ന് LSCയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ളതും കൂടെ ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഡിഡ് OP 10.0
10.0 ഹെൽപ്പ് യു ഫീൽ മോർ കോൺഫിഡന്റ് അബൌട്ട് യുവർ ഇഗ്നു ജേർണി. അതായത് ഈ സെഷൻസ്, ഇത്രയും സെഷൻസ് ഇഗ്നു ജേർണിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, ഇഗ്നുവിനെ കുറിച്ച് അറിയാനും അതുപോലെ കാര്യങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതല്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സെഷൻസ് നിങ്ങൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഡിഡ് യു എക്സ്പീരിയൻസ് എനി ഓഫ് ദ ഫോളോയിങ് ത്രൂ? അതായത് ഇതുവരെ നിങ്ങൾക്ക് ഉള്ള ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ എക്സ്പീരിയൻസസ് ആണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പൊ ഈ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇതിൽ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അതായത് ക്ലാരിറ്റി അബൌട്ട് ഇഗ്നു സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, കോൺഫിഡൻസ് ഇൻ മൈ ലേണിംഗ് പാത്തിൽ എനിക്ക് ഇനിയും കോൺഫിഡൻസ് വന്നിട്ടില്ല, അങ്ങനെ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ വേണോ എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇസ് ദർ എനി പാർട്ട് യു ഫെൽറ്റ് കുഡ് യു ഹാവ് ബീൻ ഇംപ്രൂവ്ഡ്? ഏതെങ്കിലും ഒരു ഭാഗം, അതായത് ഇപ്പം മെന്റേഴ്സിന് എന്ന ഭാഗത്തായിക്കോട്ടെ അഡ്വൈസിൽ നിന്നായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം എന്താണ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇഫ് യു കുഡ് സജസ്റ്റ് വൺ ന്യൂ എലമെന്റ് ഓർ ഐഡിയ ഫോർ ദ നെക്സ്റ്റ് ഓറിയന്റേഷൻ വാട്ട് വുഡ് ബി? അതായത് നിങ്ങളുടെ ജൂനിയേഴ്സ്, അടുത്ത ആളുകൾ വരുമല്ലോ, അപ്പൊ അവർക്ക് ഇതേപോലെ സെഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത സെഷൻസും കാര്യങ്ങളൊക്കെ തരുമ്പോൾ എന്താണ് ഇനി ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ, അതായത് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സെഷൻ ആയിരുന്നു, ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള സെഷൻ. സോ ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക്സ് പറയാണ്. ഒപ്പം തന്നെ എന്താണ്, നിങ്ങളുടെ വിലപിടിപ്പുള്ള സമയം നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിലും ഇത്രയും സെഷൻസിൽ അറ്റൻഡ് ചെയ്തതിലും, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങളുടെ ഒരു ബേസ് ആണ്, ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഇനി ഇതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർഡ് ആണ് മെന്റലി ഫിസിക്കലി. നമ്മൾ ഒരുപാട് സെഷൻസ് കണ്ടക്ട് ചെയ്തു, മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സിലബസിനെ കുറിച്ചിട്ടും ഇഗ്നു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടും ലേൺ വൈസ് ആപ്പിനെ കുറിച്ചിട്ടും മെന്റർഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ലേൺ വൈസിൽ നിന്നും എന്തൊക്കെ സർവീസസ് കിട്ടും, ലേൺ വൈസ് ടീമിനെ കുറിച്ചിട്ടും, അങ്ങനെ പല പല സെഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഇനിയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ബേസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ എന്തായാലും കോൺഫിഡന്റ് ആയിട്ട് പഠിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. സോ വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കട്ടെ. 1-2 ദിവസമല്ല, നമുക്ക് ഇനി എക്സാം വരുന്നത് വരെയും നിങ്ങളുടെ ഇഗ്നോ പ്രോഗ്രാം കഴിയുന്നത് വരെയും ഇപ്പോഴുള്ള അതേ ഒരു മോട്ടിവേഷനും അതേ ഒരു പവറോടും കൂടിയിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റ് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എ വണ്ടർഫുൾ അക്കാദമിക് ജേർണി.